ആദർശ്, ഇന്ന് ഒരു ദിവസം സഭയിൽ സംഭവിച്ചതെന്താണ്, സംഭവിക്കുന്നതെന്താണ്? കൃഷ്ണരാജ്, ഉന്നത പരീക്ഷാ ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ചയിൽ പ്രതിപക്ഷത്തെ രൂക്ഷമായി വിമർശിക്കുന്ന സമീപനമാണ് ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഓരോ എംപിമാരും കോൺഗ്രസ് സർക്കാരിൻ്റെ കാലത്ത് നടന്ന ചോദ്യപേപ്പർ ചോർച്ച, മറ്റ് പരീക്ഷാ ക്രമക്കേടുകൾ ഒക്കെ എടുത്തു കാട്ടി കോൺഗ്രസിനെയും സമാജ്വാദി പാർട്ടിയെയും അടക്കം രൂക്ഷമായ ഭാഷയിലാണ് വിമർശിക്കുന്നത്. സഭയിൽ സംസാരിക്കുന്ന അനുരാഗ് താക്കൂറിൻ്റെ ഭാഗത്ത് നിന്ന് പ്രിയങ്ക ഗാന്ധി, KC വേണുഗോപാൽ അടക്കമുള്ളവർ നടത്തിയ പ്രസംഗത്തിലെ പരാമർശങ്ങൾ ഉൾപ്പെടെ എടുത്തു കാട്ടിയുള്ള രൂക്ഷമായ വിമർശനമുണ്ടാവുകയും ചെയ്തു. BJP MP തേജസ്വി സൂര്യയാകട്ടെ കർണാടകയിൽ നിന്ന് മുഖ്യമന്ത്രി DK ശിവകുമാർ സമരത്തിന് ഡൽഹിയിലെത്തി. എന്നാൽ കർണാടകയിൽ അവിടുത്തെ PSC പരീക്ഷകളിൽ അടക്കം ക്രമക്കേടുകൾ നടന്നപ്പോൾ യാതൊരു നടപടിയും സ്വീകരിക്കുന്നതിന് അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്നുള്ള വിമർശനം ഉന്നയിക്കുകയും ചെയ്തു. മാത്രമല്ല, പഞ്ചാബിൽ പരീക്ഷാ ക്രമക്കേട് നടക്കുന്നു, അവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രിയോ അതുമല്ലെങ്കിൽ അതിൻ്റെ ചുമതലയുള്ളവർക്കെതിരെ നടപടി വേണമെന്നുള്ള ആവശ്യം പോലും ആം ആദ്മി പാർട്ടിയുടെയോ കോൺഗ്രസിൻ്റെയോ ഭാഗത്ത് നിന്ന് ഉയരുന്നില്ല എന്നതടക്കമുള്ള വിമർശനം ഈ സഭയിൽ സംസാരിച്ച BJP നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്തു. പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ളവർ RSSനെതിരെ നടത്തിയ പരാമർശത്തിനൊക്കെ ഉള്ള കൃത്യമായ മറുപടിയും അനുരാഗ് താക്കൂർ നൽകുകയും ചെയ്തു. RSSൽ ചേരൂ, നിങ്ങൾക്ക് സംസ്കാരവും രാഷ്ട്രത്തോടുള്ള സ്നേഹവുമൊക്കെ ഉണ്ടാകും എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. ഇങ്ങനെ കൃത്യമായിട്ട് പ്രതിപക്ഷത്തെ വിമർശിക്കുകയും ഒപ്പം പരിഹസിക്കുകയും ചെയ്തുകൊണ്ടാണ് ഓരോ BJP MPമാരും സഭയിൽ ഈ ബില്ലിന്മേലുള്ള ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചത്. രാഹുൽ ഗാന്ധിക്കെതിരെ കടന്നാക്രമണം നടത്തിയ അനുരാഗ് താക്കൂർ രാഹുൽ ഗാന്ധിക്ക് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ പ്രവേശിക്കുന്നതിന് ജനങ്ങൾ അനുമതി കൊടുക്കുന്നില്ല, അതുകൊണ്ട് അദ്ദേഹം പ്രധാനമന്ത്രിയുടെ വസതിയുടെ പുറത്ത് വന്നിരുന്നു, ഇനി ഒരിക്കലും അദ്ദേഹത്തെ പ്രധാനമന്ത്രിയുടെ വസതിക്കുള്ളിലേക്ക് കയറാൻ രാജ്യത്തെ ജനങ്ങൾ അനുവദിക്കില്ല എന്ന് പറയുകയും ചെയ്തു. മാത്രമല്ല, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജനപ്രീതി അടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കൃത്യമായിട്ടുള്ള വിമർശനം അത് പ്രതിപക്ഷത്തിനെതിരെ നടത്തുന്നതിന് ഓരോ ഭരണപക്ഷ അംഗങ്ങളും ശ്രദ്ധിക്കുകയും ചെയ്തു. അവർ കൃത്യമായിട്ടുള്ള വിമർശനമാണ് ഉന്നയിച്ചത്. അത് UPA ഭരണകാലത്ത് നടന്ന ചോദ്യപേപ്പർ ചോർച്ചയും മറ്റ് പരീക്ഷാ ക്രമക്കേടുകളുമൊക്കെ എടുത്തു കാട്ടിക്കൊണ്ട് തന്നെയാണ് അവർ നടത്തിയത്. കർണാടകയിലായാലും പഞ്ചാബിലായാലും ഒക്കെ ഇത്തരത്തിൽ നടന്ന ക്രമക്കേടുകൾക്കെതിരെ കോൺഗ്രസ് സർക്കാരുകളും ആം ആദ്മി പാർട്ടിയും ഒക്കെ എന്ത് നടപടി സ്വീകരിച്ചു എന്നുള്ള ചോദ്യമുണ്ടായി. മാത്രമല്ല, ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടി അധികാരത്തിലിരുന്നപ്പോൾ അവിടെ പരീക്ഷാ ക്രമക്കേടുകളെ സ്ഥാപനവൽക്കരിക്കുന്ന നടപടി സ്വീകരിച്ചു എന്നുള്ള പരിഹാസം അഖിലേഷ് യാദവിനെതിരെയും തേജസ്വി സൂര്യയുടെ ഭാഗത്തുനിന്നുണ്ടാവുകയും ചെയ്തു. തൃണമൂൽ കോൺഗ്രസ് ആകട്ടെ ഇത്തരത്തിൽ പശ്ചിമ ബംഗാളിൽ ചോദ്യപേപ്പർ ചോർച്ചയിലും പരീക്ഷാ ക്രമക്കേടിലും സമരം ചെയ്തവരെ തല്ലിച്ചതയ്ക്കുന്ന സമീപനം സ്വീകരിച്ച കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തേജസ്വി സൂര്യ, അഭിഷേക് ബാനർജി ഉൾപ്പെടെയുള്ള തൃണമൂൽ കോൺഗ്രസ് നേതാക്കളെ വിമർശിക്കുകയും ചെയ്തു. ഇങ്ങനെ ഈ രീതിയിൽ ഭരണപക്ഷത്തെ കടന്നാക്രമിക്കുവാൻ തുനിഞ്ഞിറങ്ങിയ പ്രതിപക്ഷത്തെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് പ്രതിപക്ഷം സ്വീകരിക്കുന്ന ഇരട്ടത്താപ്പ് തുറന്നു കാട്ടിക്കൊണ്ടാണ് ഓരോ ചുരുക്കി പറഞ്ഞാൽ 6 മണിക്കൂറിൽ അവസാനിക്കുമായിരുന്ന ചർച്ച 10 മണിക്കൂറാക്കിയതിലൂടെ ചോദിച്ചു വാങ്ങിയോ പ്രതിപക്ഷം? തീർച്ചയായും പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷം ചോദിച്ചു വാങ്ങിയിരിക്കുകയാണ് ഭരണപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ഈ രൂക്ഷ വിമർശനങ്ങൾ. മാത്രമല്ല, ഈ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് കോൺഗ്രസ് ആയാലും സമാജ്വാദി പാർട്ടി ആയാലും ആം ആദ്മി പാർട്ടി ആയാലും അവരൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ നടന്നപ്പോൾ യാതൊരു നടപടിയും സ്വീകരിച്ചില്ല എന്നുള്ള ഒരു വിമർശനം അത് ഭരണപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. മാത്രമല്ല, കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന നടപടികൾ അത് ഈ ബില്ലിൻ്റെ കാര്യത്തിലായാലും ഹൈപ്പവേർഡ് കമ്മിറ്റിയുടെ കാര്യത്തിലായാലും ഒക്കെ രാജ്യത്തിൻ്റെ ഭാവി തലമുറയെയും വിദ്യാർത്ഥി സമൂഹത്തെയും ഒക്കെ അവരെ മുന്നോട്ട് നയിക്കുന്നതിന് ഉതകുന്ന വിധത്തിലാണെന്ന് MPമാർ പറയുകയും ചെയ്തു. കൃത്യമായിട്ട് തന്നെ ഒരു സമരം നടന്നപ്പോൾ ആ സമരക്കാരുമായി ചർച്ച നടത്തുകയും അവരുടെ ആവശ്യങ്ങൾ അത് പാർലമെൻറ്റിലായാലും പുറത്തായാലും അവരുടെ ആവശ്യങ്ങളിൽ ചർച്ച നടത്താൻ തയ്യാറാവുകയും ആ വിഷയത്തിൽ കൃത്യമായ നടപടികൾ സ്വീകരിക്കുന്നതിന് സർക്കാരിന് കഴിയുകയും ചെയ്തു എന്നും BJP MPമാർ ചൂണ്ടിക്കാട്ടി. മാത്രമല്ല, കോൺഗ്രസ് അധികാരത്തിലിരുന്നപ്പോൾ ഇത്തരം സമരങ്ങളെ അടിച്ചമർത്തുന്ന സമീപനമുണ്ടായി എന്ന അടിയന്തരാവസ്ഥ അടക്കം എടുത്തുകാട്ടിയുള്ള വിമർശനവും BJP MPമാരുടെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്തു. ഈ രീതിയിൽ കൃത്യമായിട്ട് തന്നെ പ്രതിപക്ഷത്തിൻ്റെ ഇരട്ടത്താപ്പ്, പ്രതിപക്ഷത്തിൻ്റെ ഈ നയങ്ങളിലുള്ള ഒളിച്ചോട്ടം ഇതിനെയെല്ലാം എടുത്തു കാട്ടിക്കൊണ്ട് കൃത്യമായിട്ടുള്ള വിമർശനം തന്നെയാണ് ഈ ബില്ലിന്മേലുള്ള ചർച്ചയിൽ പാർലമെൻറ്റിൽ BJP അംഗങ്ങളുടെയും മറ്റ് ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ MPമാരുടെയും ഭാഗത്തു നിന്നുണ്ടായത്. കൃഷ്ണരാജ്. ശരി, TS ആദർശ്.